നോട്ടുകാരി ആ ചേച്ചി എന്നോടൊരു 20 രൂപ നമ്മളവിടെ ചുറ്റി നടക്കണം. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 20 രൂപ നമ്മളവിടെ മേടിച്ച്. അവർക്ക് ചെറിയൊരു വരുമാനമായിരിക്കും അത്. എന്തായാലും ഇവിടെ പച്ചമുളകിൻ്റെ ഒരു കൃഷികൾ ഉണ്ട്. ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടുവച്ചു. അവിടെ തക്കാളി ഉണ്ടായിരുന്നു. അത് 2 ആഴ്ച മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ ഇവർ പല കൃഷികളും ഇറക്കിയിട്ടില്ല ഈ പ്രാവശ്യം എന്നാണ് പറയുന്നത്. അതായത് പച്ചമുളകിൻ്റെ നമ്മുടെ കൊല്ലമുളക് എന്ന് പറയുന്ന ആ പച്ചമുളകിൻ്റെ കാഴ്ചകളാണ്. ഇതാണ് മുളക്, കണ്ടില്ലേ? നമ്മുടെ മുളകാണ് നിൽക്കുന്നത്. തലയാട്ടി ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പച്ചമുളകിൻ്റെ കാഴ്ചകളാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ ഒരു ചെടിയും കൂടെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു വയലിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ. തമിഴ്നാട്ടിലെ തനതായ ജീവിത കാഴ്ചകളുടെ നേർചിത്രമാണ് നമ്മുടെ ഈ സമയത്തെ യാത്രയിൽ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രദേശത്ത് വന്ന് കാണാൻ സാധിച്ചതിൻ്റെ അതീവ ഒരു ഭാഗ്യം തന്നെയാണ്. അവിടുത്തെ കാഴ്ചകൾ, പൂവിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് റോഡിലേക്ക് വന്നു. കിളപ്പാട്ടക്കുറിച്ചി എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. സുന്ദരവാണ്ടി വരെ പോകണ്ട. ഇന്ന് മുതലാണ്, അതായത് ശനിയായി 17-ാം തീയതി മുതലാണ് ഈ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തെ പൂവുകളുടെ കാഴ്ച അവർ അനുവദിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള വളരെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വിരിഞ്ഞ ഫ്രഷായിട്ടുള്ള പൂവുകളാണ്. ബാക്കി 1-2 സ്ഥലത്തും കൂടെ ഉണ്ട്. ഇവർ മഴ കൂടുതലായതുകൊണ്ട് ഈ പ്രാവശ്യം വളരെ കുറച്ച് മാത്രമാണ് കൃഷിയുള്ളൂ എന്നാണ് പറയുന്നത്. സുന്ദരവണ്ടിപുരത്തോ അല്ലെങ്കിൽ സുരണ്ടയിലോ പോയാൽ നമുക്ക് ഒരുപക്ഷെ പൂവിൻ്റെ കാഴ്ച കിട്ടിയേക്കില്ല എന്ന് പറയുന്നുണ്ട് ഇവർ. പക്ഷേ എനിക്ക് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല. അതായത് ഞാൻ ഇവിടെ വന്ന് നമ്മുടെ കാര്യം സാധിച്ചതിനാൽ നമ്മളിപ്പോൾ സുന്ദരവാണ്ടിപുരത്തേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ അഞ്ഞമ്പാറ കാണുന്നതിനായിട്ട് തിരിച്ചായാലും ഒരു 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നടക്കാം എന്നുള്ള കണക്കൂട്ടിൽ നല്ല നാട്ടപ്പുറം വയലാണ്. ഉച്ചയ്ക്ക് 12 മണിയാണ്. ഏതായാലും ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് നേരെ അന്യമ്പാറയുടെ കാഴ്ചകളിലേക്ക് നടക്കുകയാണ്. നടന്നു കഴിഞ്ഞാലൊരു ഗുണം, വ്യക്തമായിട്ടുള്ള ജീവിത കാഴ്ചകൾ നമുക്ക് കാണാം. ഗ്രാമ കാഴ്ചകൾ ഇതേപോലെ അതിൻ്റെ വിഷ്വൽസ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫ്രഷ് പച്ചക്കറികൾ, കരിക്കടക്കം, പയറടക്കം, കണ്ടില്ലേ? മത്തൻ, വെള്ളരി, ഉള്ളി, തക്കാളി, പയർ, തേങ്ങ അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതുവഴി പോകുന്നവർ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്കിപ്പോൾ അതിനുള്ള സമയമില്ലാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചോട്ട് പോകായിരുന്നു. ഒരു പുളിയാണ്, നല്ല തണൽ തരുന്നൊരു പുളി. മിക്കവാറും ഇതുപോലെയൊക്കെ ഈ റോഡിൽ ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ വെയിലൊന്നും നമുക്ക് കൊള്ളേണ്ടി വരില്ല. ഇപ്പോൾ ഒന്ന് വഴിക്ക് ഒരു അരളി പൂത്ത് നിൽക്കുന്നുണ്ട്. അരളി വില്ലോ എന്ന് പറഞ്ഞ ആ ഒരു പൂവിൻ്റെ കാഴ്ചകളാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ഇതുപോലെ തന്നെ തൊടികളിലുണ്ടായിരുന്ന ഒരു പുഷ്പവൃക്ഷമാണ് അരളി. അതേപോലെ കാശ്മീർ വില്ലോ ആണ് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട്. ഇതിൻ്റെ വേറൊരു സ്പീഷീസിൽപ്പെട്ട സാധനമാണ് ഉപയോഗിക്കുന്നതെന്ന് ആണ് എനിക്ക് അറിവുള്ളത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ പാടില്ല. പക്ഷേ കാശ്മീർ വില്ലോയാണ് അധികവും ക്രിക്കറ്റ് ബാറ്റിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് വില്ലോന്നോ അങ്ങനെ പറഞ്ഞ് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഏതായാലും ഈ അരളി വർഗത്തിൽപ്പെട്ട ചെടിയാണ് ആ തടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ സുന്ദരവാണ്ടിപുരത്തേക്കുള്ള കാഴ്ചകളിലൂടെ നടക്കുകയാണ്. റോഡിൻ്റെ അടുത്ത വശം നല്ലൊരു തെങ്ങുംതോപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായ്ഫലമുള്ള, കൃത്യമായിട്ട് ജലസേചനം ചെയ്യുന്ന, ഇന്നും കൂടെ നനച്ചിട്ടിരിക്കുന്ന ഒരു തെങ്ങുംതോപ്പാണ്.
5 മിനിറ്റ് ഇടവിട്ട് സുരണ്ടയ്ക്ക് ബസ്സുണ്ട്. അതുകൊണ്ട് നടക്കണമെന്നില്ല, ഞാൻ ഈ കാഴ്ചകൾക്ക് വേണ്ടി നടക്കുന്നതാണ്. വരുന്നൊരു ബസ്സാണ്. സുന്ദരപാണ്ഡ്യപുരത്തേക്കല്ല, അതിൻ്റെ അപ്പുറം ഒരു 3-4 കിലോമീറ്റർ കൂടെ അപ്പുറം ഉള്ള സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ബസ്സുകൾ അധികം ഉള്ളത്. സുന്ദരപാണ്ഡ്യപുരം വഴി പശ്ചിമഘട്ട മലനിരകളുടെ കാഴ്ചകളാണ്. അതിൽ വിൻമില്ലുകളുടെ മനോഹര കാഴ്ചകളിലൂടെ ഉണ്ട്. തമിഴ്നാട്ടിൽ വൈദ്യുതി മിച്ച സംസ്ഥാനമാണെങ്കിൽ അതിനുള്ള കാരണം ഇതൊക്കെയാണ്. തമിഴ്നാട് ശരിക്കും പ്രകൃതി ശക്തികളെ അവർ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ജീവിതമാർഗം ഉണ്ടാക്കുന്ന കാഴ്ചകളിലൊന്നാണ് ഈ വിൻമില്ലുകൾ. ഓരോ സ്ഥലത്തെ വിൻമില്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ അളവ് ശരിക്കും നല്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള വൈദ്യുതി ഇവർ ഈ വിൻമില്ലുകളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരുവിധപ്പെട്ട ഇതുപോലെ കാറ്റുള്ള ഏത് പ്രദേശത്ത് ചെന്ന് നോക്കിയാലും അവിടെയെല്ലാം തമിഴ്നാട്ടിൽ വിൻമില്ലുകളുണ്ടാവും. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഇതിനപ്പുറം കാണുന്ന ഈ മലകൾക്കപ്പുറം നമ്മുടെ കേരളമായിരിക്കും. ആയാലും അവിടുത്തെ ആ കാലാവസ്ഥ രീതികൾ, ഇവിടെ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷെ നല്ല കേരളത്തിൽ ഇങ്ങോട്ട് കടന്നു വരുന്നത് വരെ, അതായത് കോട്ടവാസൽ കഴിഞ്ഞ് വരുന്നത് വരെ നല്ല മഴയായിരുന്നു. ഇതുകൊണ്ട് ഇവിടെ ഒരു വെള്ളം ശേഖരിക്കുന്ന തടാകമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ വെള്ളം കുറവാണ്, നല്ല രീതിയിൽ പുല്ല് വളർന്നിട്ടുണ്ട്. അവിടെയെല്ലാം പശുക്കളും എരുമകളും ആടൊക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ച. ഇതൊക്കെ നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചും ബസ്സിലാകുമ്പോൾ. വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിർത്തി കാണാം. ബസ്സിൽ പോയാൽ നടക്ക് മാത്രമേ മാർഗമുള്ളൂ. കണ്ടിരിക്കുന്ന പോലെ തമിഴ്നാടിൻ്റെ ഈ റോഡിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഇത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് വലിയ മരമായിട്ട് തന്നെ വളർന്നിരിക്കുന്ന ഇവിടെയൊക്കെ. നമ്മുടെ നാട്ടിലെ ചെറിയ ചെടികളുമുണ്ട്, അതേപോലെ വലിയ മരങ്ങളുണ്ട്. ഈ സൈഡിലും കുറേ വിൻമില്ലുകൾ നമുക്ക് കുറേ അകലെയായിട്ട് കാണാം. കാറ്റുള്ള പ്രദേശത്തൊക്കെ വിൻമില്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു രീതി.